സ്വാഗതം. നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്ന ഒരു ലേഖനമാണ് ഇന്ന് നമ്മൾ കീറിമുറിച്ച് പരിശോധിക്കാൻ പോകുന്നത്. ദ ഡിജിറ്റൽ ഫാരോ എന്നാണ് അതിന്റെ പേര്. The Digital Pharaoh, Modernity and the Mechanics of Taghut. അതെ, ഒറ്റനോട്ടത്തിൽ ഇതൊരു ചരിത്രലേഖനമാണെന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഖുറാനിലെ പുരാതനമായ ഒരാശയമായ താഗൂത്ത് ഉപയോഗിച്ച് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഗൂഗിളിനെയും സോഷ്യൽ മീഡിയയും പോലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളെയാണ് ലേഖകൻ ഇവിടെ വിചാരണ ചെയ്യുന്നത്. അതെ, ഇത് ശരിക്കും കണ്ണ് തുറപ്പിക്കുന്ന ഒരു വിശകലനമാണ്. താഗൂത്ത് എന്ന വാക്ക് പലപ്പോഴും ഒരു മുദ്രാവാക്യം പോലെ ഉപയോഗിച്ചു കേട്ടിട്ടുണ്ടാവാം. ശരിയാണ്. എന്നാൽ ഈ ലേഖകൻ അതിനെ വളരെ സൂക്ഷ്മമായി അതിന്റെ യഥാർത്ഥാർത്ഥത്തിൽ തന്നെ സമീപിക്കുന്നു. എന്താണതുകൊണ്ട് ഖുർആൻ ഉദ്ദേശിച്ചത്, അതിന്റെ ഘടന എന്താണ്, അതിന്റെ പ്രവർത്തന രീതി എന്താണ് എന്നൊക്കെ വിശദീകരിക്കുന്നു. ഇന്നത്തെ ദൗത്യം ഇതാണ്. ആദ്യം എന്താണ് ഈ താഗൂത്ത് എന്ന് ലളിതമായി മനസ്സിലാക്കണം. എന്നിട്ട് ആ പഴയ കണ്ണട വെച്ച് നമ്മുടെ പുതിയ ഡിജിറ്റൽ ലോകത്തൊന്ന് നോക്കിക്കാണണം. ആ ലേഖകൻ പറയുന്നത് ശരിയാണെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതികൾ കിരീടം വെച്ച രാജാക്കന്മാരല്ല, മറിച്ച് നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന ഫോണിലെ ചില ആപ്പുകളാണെങ്കിലോ? ആ ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. തീർച്ചയായും. നമുക്ക് അടിസ്ഥാനത്തിൽ നിന്നു തന്നെ തുടങ്ങാം. താഗൂത്ത് എന്ന വാക്ക് അത് വരുന്നത് ത്വ കാ യ എന്നൊരു അറബി ധാതുവിൽ നിന്നാണ്. അതിന്റെ അർത്ഥം അതിരുകവിയുക അല്ലെങ്കിൽ പരിധി ലംഘിക്കുക എന്നാണ്. ഓക്കെ, പരിധി ലംഘിക്കുക. അപ്പോൾ തിന്മ എന്നാണോ അതിന്റെ നേർക്കുള്ള അർത്ഥം? അങ്ങനെയല്ല. അതാണ് ലേഖനം അടിവരയിട്ട് പറയുന്ന പ്രധാന പോയിന്റ്. താഗൂത്ത് എന്നത് സ്വതവേ ദുഷ്ടമായ ഒന്നല്ല, മറിച്ച് ദൈവം വച്ച പരിധികൾ ലംഘിക്കുന്ന ഏതൊരു ശക്തിയെയോ വ്യക്തിയെയോ സംവിധാനത്തെയോ അത് സൂചിപ്പിക്കാം. ഓക്കെ. ലേഖകൻ ഖുറാനിന്റെ വെളിച്ചത്തിൽ ഇതിന് 3 പ്രധാന ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ദൈവീകമായ മാർഗനിർദ്ദേശം നൽകാനുള്ള അധികാരം സ്വയം ഏറ്റെടുക്കുക. അതായത് മറ്റാർക്കുമില്ലാത്ത ഒരു അധികാരം. അതെ. 2, ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത അനുസരണം ആവശ്യപ്പെടുക. 3, എന്താണ് സത്യം, എന്താണ് നന്മ, എന്താണ് യാഥാർത്ഥ്യം എന്നൊക്കെ നിർവചിക്കുന്നതിൽ ദൈവത്തോട് മത്സരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇത് വെറുമൊരു അധികാര പ്രയോഗമല്ല, മറിച്ച് ഞാനാണ് ശരി തെറ്റുകൾ തീരുമാനിക്കുന്നത്, എന്നെ അനുസരിച്ചാൽ മതി എന്ന തരത്തിൽ ഒരു ദൈവീകമായ പദവി തട്ടിയെടുക്കലാണ്. കൃത്യം. അധികാരം എവിടെ നിന്നു വരുന്നു, അതിന്റെ ഉറവിടം എന്താണ് എന്നതാണ് ഇവിടത്തെ പ്രധാന ചോദ്യം. കൃത്യമായി. ലേഖകൻ പറയുന്നുണ്ട്, ഖുറാൻ എപ്പോഴും 2 തരം മാർഗനിർദ്ദേശങ്ങളെ താരതമ്യം ചെയ്യുന്നു. ഒന്ന്, സത്യവും തെളിവുകളും ബോധ്യപ്പെടുത്തലും അടിസ്ഥാനമാക്കിയുള്ള ദൈവീകമായ രീതി. അത് സുതാര്യമാണ്. 2, ശക്തി, ഭയം, വഞ്ചന, രഹസ്യ അജണ്ടകൾ ഇതൊക്കെ ഉപയോഗിച്ച് നയിക്കുന്ന താഗൂത്ത് രീതി. അത് അതാര്യമാണ്. ഓക്കെ, അപ്പോൾ താഗൂത്ത് എന്നാൽ ദൈവീകമായ അധികാരം തട്ടിയെടുത്ത് പരിധി ലംഘിക്കുന്ന ഏതൊരു ശക്തിയുമാണ്. ഇത് പുരാതനകാലത്തെ ഫറവോന്റെയും മറ്റു രാജാക്കന്മാരുടെയും കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഫേസ്ബുക്കും ഗൂഗിളും എങ്ങനെയാണ് ഈ ഗണത്തിൽ വരുന്നത്? അതാണ് ഈ ലേഖനത്തിലെ ഏറ്റവും ശരിക്കും ഞെട്ടിക്കുന്ന ഭാഗം. അതെ, ഇവിടെയാണ് ലേഖകൻ ആധുനിക കാലത്തെ 5 ഡിജിറ്റൽ ഫറോവുമാരെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അതിലൊന്നാമത്തേതാണ് ആൽഗരിത്മിക് എപ്പിസ്റ്റമിക് അതോറിറ്റി. പേര് കേൾക്കാൻ കുറച്ച് കട്ടിയുണ്ട്. എന്താണത് ലളിതമായി പറഞ്ഞാൽ? പറയാം. ഇത് നമ്മൾ ദിവസവും അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ യൂട്യൂബിൽ ഒരു പ്രത്യേകതരം വീഡിയോ കണ്ടെന്ന് കരുതുക. അടുത്ത കുറച്ച് ദിവസത്തേക്ക്, ചിലപ്പോൾ മാസത്തേക്ക് യൂട്യൂബ് നിങ്ങൾക്ക് അതേപോലത്തെ വീഡിയോകൾ മാത്രം കാണിച്ചു തരും. പതിയെ പതിയെ മറ്റഭിപ്രായങ്ങളോ കാഴ്ചപ്പാടുകളോ നിങ്ങളുടെ മുന്നിൽ എത്താതെയാകും. നിങ്ങൾ ഒരു തരം എക്കോ ചേംബറിൽ അല്ലെങ്കിൽ ഒരു പ്രതിധ്വനിക്കുന്ന മുറിയിൽ അകപ്പെട്ടതുപോലെയാകും. ശരിയാണ്. നമ്മളൊരു കാര്യം വിശ്വസിക്കാൻ തുടങ്ങിയാൽ ആ വിശ്വാസത്തെ ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രം സോഷ്യൽ മീഡിയ നമുക്ക് മുന്നിൽ ഇങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കും. അതുതന്നെ. ഇതാണ് അൽഗോരിതം തീരുമാനിക്കുന്ന വിജ്ഞാനത്തിന്റെ അധികാരം. ഏത് വിവരമാണ് നിങ്ങൾ കാണേണ്ടത്, ഏത് വാർത്തയാണ് കൂടുതൽ പ്രധാനം, ഏത് ഉറവിടമാണ് വിശ്വസനീയം എന്നെല്ലാം തീരുമാനിക്കുന്നത് മനുഷ്യരല്ല, ഒരു അൽഗോരിതമാണ്. അതെ, കോടിക്കണക്കിന് ഡേറ്റയെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു അൽഗോരിതം. ലേഖകൻ ഇതിനെ ഫറവോന്റെ നിലപാടുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്. ഫറവോൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മാത്രമാണ് ശരി, ഞാൻ നിങ്ങളെ നേർവഴിക്ക് നയിക്കാം എന്ന്. അതുപോലെ
ഒരു സിസ്റ്റം യാതൊരു ധാർമ്മിക ഉത്തരവാദിത്വവുമില്ലാതെ നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അത് താഗൂത്തായി മാറുന്നു. അതായത് അത് നമുക്ക് വെറുതെ വിവരങ്ങൾ തരികയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ ലോകവീക്ഷണത്തെ തന്നെ അത് രൂപപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഒന്നാമത്തെ ഡിജിറ്റൽ ഫറവോൺ. രണ്ടാമത്തേതേതാണ്? രണ്ടാമത്തേത് കുറച്ചുകൂടി സങ്കീർണമാണ്. ടെക്നോക്രാറ്റിക് മോറൽ ആർബിട്രേഷൻ, അതായത് ധാർമ്മികതയെ സാങ്കേതികമായി നിർവചിക്കുന്ന സംവിധാനങ്ങൾ. ഇതൊന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ട്രാഫിക് സിഗ്നൽ സങ്കൽപ്പിക്കുക. അതിന് പച്ചയും ചുവപ്പുമേ അറിയൂ, നിയമം അതാണ്. ശരി. എന്നാൽ ഒരു ആംബുലൻസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് അതിനറിയില്ല. കാരണം അതിന് അത്യാവശ്യം, അപകടം തുടങ്ങിയ ധാർമ്മികമായ ബോധങ്ങളില്ല. ശരിയാണ്, അതിന് നിയമമേ അറിയൂ, ന്യായമറിയില്ല. അതുതന്നെ. അതുപോലെയാണ് ഈ ഡിജിറ്റൽ സിസ്റ്റങ്ങൾ. ഓട്ടോമേറ്റഡ് കണ്ടന്റ് മോഡറേഷൻ തന്നെ എടുക്കാം. ഒരു വാക്ക് മോശമാണ് എന്ന് സിസ്റ്റത്തിൽ രേഖപ്പെടുത്തിയാൽ ആ വാക്ക് ഉപയോഗിക്കുന്ന എല്ലാ പോസ്റ്റുകളും അത് നീക്കം ചെയ്യും. പക്ഷേ ഒരു കവിതയിലാണോ, ഒരു തമാശയിലാണോ, അതോ ശരിക്കും വിദ്വേഷം പ്രചരിപ്പിക്കാനാണോ ആ വാക്ക് ഉപയോഗിച്ചത് എന്ന് തിരിച്ചറിയാൻ അതിന് കഴിയില്ല. അവിടെ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലല്ല. പിന്നെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കമ്പനിയുടെ പോളിസി അനുസരിച്ചാണോ അയ്യോ എന്ന സാങ്കേതികമായ പരിശോധനയിലൂടെ മാത്രം. ഓക്കെ, അപ്പോൾ തെറ്റെന്നാൽ പോളിസി ലംഘിച്ചത് എന്നും ശരിയെന്നാൽ അനുവദിക്കപ്പെട്ടത് എന്ന് മാത്രമായി മാറുന്നു. മനസാക്ഷിയുടെയും സാഹചര്യത്തിന്റെയും സ്ഥാനത്ത് നിയമം വരുന്നു. ഇതിനെയാണ് ധാർമ്മികമായ അതിരുകവിയൽ എന്ന് ലേഖകൻ പറയുന്നത്, അല്ലേ? അതെ, അത് ശരിയും തെറ്റും നിർവചിക്കാനുള്ള ദൈവത്തിന്റെ അധികാരപരിധിയിലേക്കുള്ള ഒരു തരം കടന്നുകയറ്റമാണ്. ഇനി മൂന്നാമത്തേത് സ്റ്റേറ്റ് കോർപ്പറേറ്റ് ഫ്യൂഷൻ ഓഫ് ഗൈഡൻസ്. ഭരണകൂടവും കോർപ്പറേറ്റുകളും ഒന്നിക്കുന്ന ഒരു മാർഗനിർദ്ദേശ കേന്ദ്രം. ഇത് കേട്ടിട്ട് തന്നെ ഒരു പേടി തോന്നുന്നു. ഭരണകൂടവും വലിയ കമ്പനികളും ഒന്നിക്കുക എന്ന് വെച്ചാൽ? ഫറവോൻ, അദ്ദേഹം ഒരേ സമയം രാജ്യത്തിന്റെ ഭരണാധികാരിയും പ്രധാന പുരോഹിതനും പിന്നെ ജനങ്ങൾ എന്തു വിശ്വസിക്കണമെന്ന് തീരുമാനിക്കുന്ന ആളുമായിരുന്നു. എല്ലാ അധികാരവും ഒരിടത്ത്. അതെ, എല്ലാ അധികാരവും ഒരിടത്ത് കേന്ദ്രീകരിച്ചിരുന്നു. ഇന്ന് സമാനമായൊരവസ്ഥയുണ്ട്. ഒരു ഗവൺമെന്റ് തീരുമാനിക്കുന്നു, ഇതാണ് ഔദ്യോഗികമായ സത്യം, അല്ലെങ്കിൽ ഇതൊരു വ്യാജവാർത്തയാണ് എന്ന്. എന്നിട്ട് ഗൂഗിൾ, ഫേസ്ബുക്ക് പോലുള്ള വലിയ ടെക് കമ്പനികൾ അവരുടെ പ്ലാറ്റ്ഫോമുകളിലൂടെ അത് കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം എതിരഭിപ്രായങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്നു. ഇതിലെ ഏറ്റവും വലിയ അപകടം ഇതിനെതിരെ എവിടെ പോയി പരാതിപ്പെടുമെന്നതാണ്. ഗവൺമെന്റിനോട് ചോദിച്ചാൽ അവർ പറയും അത് കമ്പനിയുടെ പോളിസിയാണെന്ന്. കമ്പനിയോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾ ഗവൺമെന്റ് നിയമം പാലിക്കുകയാണെന്ന്. അതെ, ആർക്കും ഉത്തരവാദിത്വമില്ല. ഉത്തരവാദിത്തം ആർക്കുമില്ലാത്ത, ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഭീമാകാരമായ സംവിധാനമായി ഇത് മാറുന്നു. അതുതന്നെ. സുതാര്യതയില്ലാത്ത ഈ അധികാര കേന്ദ്രീകരണമാണ് മൂന്നാമത്തെ താഗൂത്ത്. ഇനി നാലാമത്തേത് പറയൂ. പ്രിഡിക്റ്റീവ് കൺട്രോൾ സിസ്റ്റംസ്, അതായത് ഭാവിയിലെ അപകടസാധ്യതയുടെ പേരിൽ ശിക്ഷിക്കുന്ന പ്രവചന നിയന്ത്രണ സംവിധാനങ്ങൾ. ഓ, ഇത് മൈനോറിറ്റി റിപ്പോർട്ട് എന്ന സിനിമ പോലെയാണല്ലോ. കുറ്റം ചെയ്യുന്നതിന് മുൻപേ കുറ്റവാളിയെ പിടിക്കുന്നത്. ഏതാണ്ട് അതുതന്നെ. നിങ്ങളൊരു തെറ്റ് ചെയ്തതുകൊണ്ടല്ല, ഭാവിയിലൊരു തെറ്റ് ചെയ്തേക്കാം എന്ന പ്രവചനത്തിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ നടപടി വരുന്നു. ഉദാഹരണത്തിന് പ്രെഡിക്റ്റീവ് പോലീസിംഗ്. ചില പ്രദേശങ്ങളിലെ ഡാറ്റ വിശകലനം ചെയ്ത് ഇവിടെ കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവിടെ കൂടുതൽ പോലീസിനെ വിന്യസിക്കുന്നു. നിരപരാധികൾ പോലും സംശയത്തിന്റെ നിഴലിലാകാം. ഇത് ശരിക്കും പേടിപ്പിക്കുന്ന ഒന്നാണ്. അതായത് നിങ്ങളൊരു തെറ്റായ വാക്ക് ഗൂഗിളിൽ തെരഞ്ഞാൽ പോലും ഭാവിയിൽ നിങ്ങളൊരു അപകടകാരിയായേക്കാം എന്ന് സിസ്റ്റം നിഗമനത്തിലെത്തുന്നു. സാധ്യതയുണ്ട്. അതിന്റെ പേരിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് നിയന്ത്രണം വരാം, അല്ലെങ്കിൽ ഒരു വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പുറത്താക്കപ്പെടാം. അങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ചാണോ ഇവിടെ പറയുന്നത്? അതെ, ലേഖകൻ ഇവിടെ ഫറവോന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂസ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുമെന്നും നിങ്ങളുടെ ആചാരങ്ങളെ മാറ്റിമറിക്കുമെന്നും ഞാൻ ഭയപ്പെടുന്നുവെന്ന്. ഓ, ഇവിടെ കുറ്റം നടന്നു കഴിഞ്ഞിട്ടില്ല, ഭയം മാത്രമേ ഉള്ളൂ. ഒരു സാധ്യതയുടെ പേരിൽ നടപടിയെടുക്കുമ്പോൾ അത് നീതിയുടെ പരിധി ലംഘിക്കലാണ്. പ്രവൃത്തിക്ക് മുമ്പേ ശിക്ഷ വിധിക്കലാണ്. ഒരു മിനിറ്റ്, പക്ഷേ ഈ പ്രെഡിക്റ്റീവ് സംവിധാനങ്ങൾ സമൂഹത്തിന് നല്ലതല്ലേ? കുറ്റകൃത്യങ്ങൾ മുൻകൂട്ടി തടയാൻ കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ? അതിനെന്തിനാണ് ഫറവോന്റെ അധികാരത്തോട് ഉപമിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ഉപകാരം ഒരു വശത്തുണ്ട്, പക്ഷേ താകുന്നത് അതിന്റെ അധികാര പരിധി ലംഘിക്കുമ്പോഴാണ്. ഒരു സിസ്റ്റം, ഒരു ആൽഗോരിതം
പൂർണ്ണമല്ലാത്ത ഡാറ്റ വെച്ച് ഒരാൾ ഭാവിയിൽ എന്ത് ചെയ്യും എന്ന് വിധിയെഴുതുമ്പോൾ അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും ആ ഒരു നിരപരാധിത്വ പ്രസംഷനെയും റദ്ദ് ചെയ്യുകയാണ്. ശരിയാണ്. അത് ഒരു മനുഷ്യനെന്ന നിലയിലുള്ള അവന്റെ ഉത്തരവാദിത്തത്തെ ചോദ്യം ചെയ്യലാണ്. തെറ്റ് ചെയ്യാനുള്ള സാധ്യതയുടെ പേരിൽ ശിക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്നാണ് ഖുറാനിക കാഴ്ചപ്പാട്. ആ അധികാരമാണ് ഈ സിസ്റ്റങ്ങൾ കവരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ആ വ്യത്യാസം ഇപ്പോൾ വ്യക്തമായി. അപ്പോൾ അവസാനത്തേതും അഞ്ചാമത്തേതുമായ ഡിജിറ്റൽ ഫാറവോനേതാണ്? അവസാനത്തേതും ഒരുപക്ഷേ ഏറ്റവും അപകടകരവുമായത് നിഷ്പക്ഷതയുടെ മിഥ്യാബോധം, ദ ഇല്യൂഷൻ ഓഫ് ന്യൂട്രാലിറ്റി. അതെന്താണ്? ഇത് ഞങ്ങളല്ല തീരുമാനിച്ചത്, അൽഗോരിതമാണ്. ഇതൊരു ടൂൾ മാത്രമാണ്. അതിന് സ്വന്തമായി തീരുമാനങ്ങളില്ല. ഇതിനാരും ഉത്തരവാദികളല്ല എന്നൊക്കെയുള്ള വാദങ്ങൾ. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണല്ലോ. ഒരു പ്രശ്നമുണ്ടായാൽ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല, സിസ്റ്റത്തെ പഴിചാരും. അതെ, ലേഖകൻ ഇതിനെ ഫെറോവന്റെ ഏറ്റവും വലിയ നുണയായിട്ടാണ് കാണുന്നത്. കർത്തൃത്വമില്ലാത്ത അധികാരം, അതോറിറ്റി വിതൗട്ട് ഓഥർഷിപ്പ്. മാർഗനിർദ്ദേശം നൽകുമ്പോൾ അതിന് എപ്പോഴും ഒരു ധാർമ്മികമായ ഉടമ ഉണ്ടായിരിക്കണമെന്നാണ് ഖുറാൻ പറയുന്നത്. നമ്മുടെ വിശ്വാസങ്ങളെയും കാഴ്ചപ്പാടുകളെയും രൂപപ്പെടുത്തുന്ന ഒരു സിസ്റ്റം ഞാൻ നിഷ്പക്ഷനാണ് എന്നവകാശപ്പെടുന്നത് ഒരു തരം വഞ്ചനയാണ്. അതെങ്ങനെ വഞ്ചനയാകും? കാരണം ആ നിഷ്പക്ഷതയുടെ മുഖമൂടിക്ക് പിന്നിൽ അത് നിർമ്മിച്ച മനുഷ്യരുടെ മൂല്യങ്ങളും മുൻവിധികളും രാഷ്ട്രീയവും സാമ്പത്തിക താൽപ്പര്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടാകും. അത് പുറത്തു പറയാതെ സിസ്റ്റമാണ് എന്ന് പറഞ്ഞ് കൈകഴുകുന്നത് അധികാര ദുർവിനിയോഗമാണ്. അവിശ്വസനീയം. ഈ 5 കാര്യങ്ങളും കേട്ടിട്ട് ഒരു തരം നിസ്സഹായത തോന്നുന്നു. അൽഗോരിതങ്ങൾ നമ്മുടെ അറിവിനെ നിയന്ത്രിക്കുന്നു, ടെക്നോളജി നമ്മുടെ ധാർമ്മികതയെ നിർവചിക്കുന്നു, ഭരണകൂടവും കോർപ്പറേറ്റുകളും ചേർന്ന് നമ്മളെ നയിക്കുന്നു, നമ്മുടെ ഭാവിയെ പ്രവചിച്ച് നമ്മളെ നിയന്ത്രിക്കുന്നു. അതെ. എന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്തവുമില്ല. ഈ ഡിജിറ്റൽ ലോകത്ത് നിന്ന് നമുക്ക് ഒളിച്ചോടാനും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ഈ പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയല്ലാതെ എന്തെങ്കിലും പരിഹാരം ലേഖകൻ പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. ലേഖനം ഒരു താഗൂത്ത് വിരുദ്ധ മാതൃകയെക്കുറിച്ച് ഖുറാനിൽ നിന്ന് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ. അതനുസരിച്ച് ശരിയായ ദൈവികമായ മാർഗനിർദ്ദേശം എപ്പോഴും ഇങ്ങനെയായിരിക്കണം. ഒന്നാമതായി, അത് ഭയത്തിലല്ല സത്യത്തിലും തെളിവുകളിലും അധിഷ്ഠിതമായിരിക്കണം. രണ്ടാമതായി, അത് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതായിരിക്കണം. മൂന്നാമതായി, അത് സുതാര്യവും ഉത്തരവാദിത്തമുള്ളതുമായിരിക്കണം. ആരാണ് തീരുമാനമെടുക്കുന്നത്, എന്തടിസ്ഥാനത്തിൽ എന്നെല്ലാം വ്യക്തമായിരിക്കണം. നാലാമതായി, അതിന് കൃത്യമായ പരിധികളുണ്ടായിരിക്കണം. സർവാധിപത്യ സ്വഭാവം പാടില്ല. ഇതിന് ഖുറാനിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം ലേഖകൻ പറയുന്നുണ്ടല്ലോ, അല്ലേ? ആ ഫറവോന്റെ കൊട്ടാരത്തിലെ. അതെ അതെ, ആ വിശ്വാസിയുടെ സംഭവം സൂറത്ത് ഗാഫിറിൽ വരുന്ന അത് തന്നെ. അതൊരു മികച്ച ഉദാഹരണമാണ്. മൂസയെ കൊല്ലാൻ ഫറവോൻ ആഹ്വാനം ചെയ്യുമ്പോൾ കൊട്ടാരത്തിലെ ഒരു വിശ്വാസി മുന്നോട്ട് വന്ന് സംസാരിക്കുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം സംസാര സ്വാതന്ത്ര്യം അനുവദിക്കാൻ പറയുന്നു. അദ്ദേഹം പറയുന്നത് കളവാണെങ്കിൽ അതിന്റെ ദോഷം അദ്ദേഹത്തിന് തന്നെയാണ്. സത്യമാണെങ്കിലോ? ശരിയാണ്. അദ്ദേഹം മുൻകൂട്ടിയുള്ള അക്രമത്തെ നിരാകരിക്കുന്നു, വിധി ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു, സത്യം സ്വയം നിലനിൽക്കുമെന്നും വിശ്വസിക്കുന്നു. ഇതാണ് താഗൂത്ത്, അധികാരപ്രയോഗത്തിന്റെ നേർവിപരീതമായ സമീപനം. അതായത് തുറന്ന ചർച്ച, തെളിവുകൾക്ക് പ്രാധാന്യം, വിനയം, ഉത്തരവാദിത്തം, അതെല്ലാം അതിലുണ്ട്. അതെ. ലേഖനത്തിന്റെ അവസാന ഭാഗത്ത് ഖുറാനിലെ താഗൂത്ത് ലക്ഷണങ്ങളെയും ഈ ആധുനിക സിസ്റ്റങ്ങളെയും ചേർത്തുവച്ചൊരു പട്ടികയുണ്ട്. അത് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായും. ആ പട്ടിക ഇങ്ങനെയാണ്. ഖുറാനിൽ താഗൂത്ത് മാർഗനിർദ്ദേശം അവകാശപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോകത്ത് അതിന് തുല്യമായത് അൽഗോരിതം ഉപയോഗിച്ചുള്ള റാങ്കിങ്ങും ക്യൂറേഷനുമാണ്. ഓക്കെ. താഗൂത്ത് ഭയം ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് സുരക്ഷ, സ്ഥിരത തുടങ്ങിയ നല്ല വാക്കുകൾ ഉപയോഗിച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിന് തുല്യമാണ്. മുൻകൂട്ടിയുള്ള ശിക്ഷ എന്നത് പ്രെഡിക്റ്റീവ് മോഡറേഷന് തുല്യമാണ്. ഉത്തരവാദിത്തമില്ലായ്മ എന്നത് സിസ്റ്റം തീരുമാനിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ്. ആ പട്ടിക വായിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും, പേരുകളും രൂപങ്ങളും മാറിയെന്നേയുള്ളൂ, അധികാരത്തിന്റെ സ്വഭാവം പഴയത് തന്നെയാണെന്ന്. ലേഖനത്തിന്റെ അവസാനത്തെ ആ നിരീക്ഷണം വളരെ ശക്തമാണ്. ഏതാണത്? ഇന്നത്തെ താഗൂത്ത് ഒരു കിരീടം വെച്ച വ്യക്തിയല്ല, മറിച്ച് എന്താണ് യാഥാർത്ഥ്യം, എന്താണ് സത്യമെന്ന് നിശബ്ദമായി തീരുമാനിക്കുന്ന
ചില അടിസ്ഥാന സൗകര്യങ്ങളാണ്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ. അത് നമ്മുടെ ചുറ്റുമുണ്ട്, പക്ഷെ നമ്മളത് കാണുന്നില്ല. അതെ. അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടാനുള്ള മാർഗവും വ്യത്യസ്തമാണ്. നമ്മൾ ഗൂഗിളും സോഷ്യൽ മീഡിയയും ഉപയോഗിക്കുന്നത് നിർത്തണമെന്നല്ല ലേഖകൻ പറയുന്നത്. അത് പ്രായോഗികവുമല്ലല്ലോ. അല്ല. പിന്നെന്താണ് ചെയ്യേണ്ടത്? ലേഖനം പറയുന്ന അവസാനത്തെ ആശയം ഇതാണ്: ഈ സിസ്റ്റങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു ദൈവിക അധികാരം നൽകാൻ വിസമ്മതിക്കുക. അതായത് അവയെ ഒരു ഉപകരണം മാത്രമായി കാണുക, അവയെ ഉപയോഗിക്കുക, അതേസമയം തന്നെ ചോദ്യം ചെയ്യുക, അവയ്ക്ക് പരിധികൾ നിശ്ചയിക്കുക, അവ നൽകുന്ന യാഥാർത്ഥ്യത്തെ അന്തിമ സത്യമായി കാണാതിരിക്കുക. പക്ഷേ അവയ്ക്ക് മുന്നിൽ ഒരിക്കലും പൂർണ്ണമായി സമർപ്പിക്കരുത്. കാരണം ആരെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് നിങ്ങളെ നയിക്കാൻ അനുവദിക്കുന്നത് എന്ന തിരഞ്ഞെടുപ്പിലാണ് നിങ്ങളുടെ വിശ്വാസവും സ്വാതന്ത്ര്യവും നിർണയിക്കപ്പെടുന്നത്. വളരെ ആഴത്തിലുള്ള ഒരു വിശകലനം തന്നെ. പുരാതനമായ ഒരു ആശയം നമ്മുടെ പുതിയ കാലത്തെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ എത്രത്തോളം സഹായിക്കുമെന്ന് ഈ ചർച്ച വ്യക്തമാക്കുന്നു. ഈ ആഴത്തിലുള്ള ചർച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം നൽകുകയാണ്. ആ ഈ ലേഖനം ഡിജിറ്റൽ സംവിധാനങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷേ ഇത് നമ്മുടെ മറ്റൊന്നു കൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിഷ്പക്ഷം എന്ന് നമ്മൾ കരുതുന്ന മറ്റെത്ര സംവിധാനങ്ങൾ, സാമ്പത്തിക രംഗത്തോ വിദ്യാഭ്യാസ രംഗത്തോ എന്തിന് സാമൂഹിക പെരുമാറ്റച്ചട്ടങ്ങളിൽ പോലും അവയുടെ പരിധികൾ നിശബ്ദമായി ലംഘിക്കുകയും നമ്മളറിയാതെ നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടാവാം.